മധു, ഇതിലെ ആദ്യഘട്ടത്തിൽ കീഴ്വായ്പൂർ പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ 39 സാക്ഷികളെ കണ്ടു ചോദിക്കുകയും മൊഴിയെടുക്കുകയുണ്ടായി. ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യത്തിലെ സംബന്ധിച്ച് സാക്ഷികളെന്ന് പറയുന്നത് ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് കണ്ടവരും കേട്ടവരുമായിട്ടുള്ള ആളുകളുടെ മൊഴികളാണ് പോലീസ് അവരെയാണ് വിറ്റ്നസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കാണാത്തവരെയോ കേൾക്കാത്തവരെയോ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി പോലീസിന് കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുക്കാനാവില്ല. അപ്പോൾ അത്തരത്തിൽ കണ്ടവരും കേട്ടവരുമായിട്ടുള്ള, അതുകൊണ്ടാണ് 34 പേരോളം CPIM-ന്റെ ആ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ആളുകളെ മാത്രമാണ് 34 പേര്. 5ഓളം പരാതികളുടെ കൂടി കണ്ടവർക്കും കേട്ടവർക്കും പരാതിയില്ലെങ്കിലോ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ അങ്ങ് അഭിഭാഷകൻ കൂടിയല്ലേ? നമ്മുടെ നാട്ടിൽ ഗ്യാങ് റേപ്പ് നടക്കാറുണ്ട്, മോബ് ലിഞ്ചിങ് നടത്താറുണ്ട്. ഇവർക്കാർക്കും പരാതിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇപ്പോൾ അങ്ങനല്ല മാധു, നമുക്ക് പരാതിയുണ്ട്. ഇപ്പോൾ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് എനിക്കൊരു കേൾക്കുന്ന നിമിഷം എനിക്ക് പരാതിയുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കേസിലെ സാക്ഷിയാവണമെന്നില്ല. മറിച്ച് ആ കുറ്റകൃത്യത്തിലെ സംബന്ധിച്ച് കണ്ടവരും കേട്ടവരുമാണ് അതിലെ സാക്ഷികൾ. ഞാൻ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് വളരെ ദൂരെ നടന്ന ഒരു കുറ്റകൃത്യം, ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് എനിക്ക് സാക്ഷിയാവണമെന്ന് വാശി പിടിക്കുന്നതുകൊണ്ട് കാര്യമില്ല. 1. 2, പോലീസ് നടത്തിയിട്ടുള്ളത് പ്രാഥമിക പരിശോധനയിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 2 നിലനിൽക്കില്ല എന്നതിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റഫർ റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റഫർ റിപ്പോർട്ട് ഇപ്പോൾ ഒരു സത്യസന്ധനും ഇൻറ്റഗ്രിറ്റി ഉള്ളതുമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവിടെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് കോടതി ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. മാത്രമല്ല ഇത് പരിഗണിച്ചത് അഡ്വക്കേറ്റ് ബൈജു നോയൽ. നോക്കൂ, 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വിധിച്ചാൽ മാത്രമാണ് മന്ത്രിസ്ഥാനത്ത് നിന്നോ മറ്റെവിടെ നിന്നെങ്കിലുമോ മാറി നിൽക്കണമെന്ന നിയമപരമായ ബാധ്യതയുള്ളത്. ധാർമ്മികത ഊന്നിക്കൊണ്ടായിരുന്നല്ലോ അന്നത്തെ രാജി ധാർമ്മികത ഊന്നിക്കൊണ്ടായിരുന്നല്ലോ. അതിപ്പോൾ എവിടെ പോയെന്നുള്ളതാണ്. ഞാൻ അങ്ങിലേക്ക് തന്നെ വരാം കേട്ടോ. ഞാൻ